ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ ജീവനും മരണവും തമ്മിൽ പോരാട്ടം നടക്കുന്ന ഒരു ഹൃദയശാസ്ത്രക്രിയ ആരംഭിച്ചു. ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ മോണിറ്ററിന്റെ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സർജറി ചെയ്ത സർജൻ തന്റെ കൈകളെക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്നത് അവിടെയായിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനിൽ അനസ്തീഷ്യ ടെക്നോളജിസ്റ്റിനായിരുന്നു. അവർ തയ്യാറാക്കി വെച്ച ഓരോ ഇൻസ്ട്രുമെന്റ്സും കൃത്യമായി നൽകിയ അനസ്തീഷ്യ സപ്പോർട്ടും ക്രമീകരിച്ചു വെച്ച ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഇതെല്ലാമാണ് ആ സർജറി വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ആ സർജറിയുടെ ഇടയിൽ ആ രോഗിയുടെ ഹൃദയമിടിപ്പ് ഒന്ന് നിലച്ചു. ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ നിശബ്ദമായി. അറ്റ് ദ ടൈം OT&AT പ്രൊഫഷണൽ സർജന്റെ കണ്ണിലെ സൂചനകൾ മനസ്സിലാക്കി ഡിഫൈബ്രിലേറ്റർ കൈമാറി. സർജൻ പേഷ്യന്റിന് ഷോക്ക് കൊടുത്തു. ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിച്ചത് സർജന്റെ കഴിവിനൊപ്പം OT&AT പ്രൊഫഷണൽസിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരുമാനം കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനു പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. In this video, we are discussing about BSc OT&AT എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയും അതിന്റെ സാധ്യതയെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് OT എന്തെന്ന് നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഒരു ഹോസ്പിറ്റലിൽ സർജറി നടക്കുന്ന ടൈമിൽ രോഗിയുടെ ചുറ്റും പലതരത്തിലുള്ള മെഷീൻസ് കാര്യങ്ങളുണ്ടാവും. ഈ മെഷീൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം, ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാം, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ക്ലീൻ ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ. അടുത്തായിട്ട് AT അനസ്തീഷ്യ ടെക്നോളജി നമുക്ക് നോക്കി നോക്കാം. ഒരു ഹോസ്പിറ്റൽ സർജറി നടക്കുമ്പോൾ ആ രോഗിക്ക് പാർഷ്യലി ആയിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ അനസ്തീഷ്യ കൊടുക്കും. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആ സർജറി രോഗി നടക്കുന്ന അറിയാണ്ടിരിക്കാനോ അല്ലെങ്കിൽ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രോഗി അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും തിരിച്ച് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നവരല്ല രോഗിയുടെ ആരോഗ്യത്തിൽ ഒബ്സർവ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് AT അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ്. ഇനി BSc OT&AT എന്ന് പറയുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 വർഷമാണ് ഡ്യൂറേഷൻ കാര്യങ്ങൾ വരുന്നത്. 3 വർഷത്തെ അക്കാഡമിക് സ്റ്റഡിയും 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കോഴ്സിന്റെ എലിജിബിലിറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മിനിമം 50% എബവ് മാർക്ക് ഉണ്ടാവണം. ഇനി ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു കോഴ്സ് ബെറ്റർ? നല്ല രീതിയിൽ ക്ഷമയുള്ള, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള, നല്ല രീതിയിൽ പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു കോഴ്സ് നല്ലത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സീരിയസ് ആയി അലർട്ടായി നിൽക്കേണ്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ആഫ്റ്റർ ആൻഡ് ബിഫോർ സർജറി പേഷ്യന്റിനെ കെയർ ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവരും ബ്ലഡ് സർജറീസ് കാണുമ്പോൾ അസ്വസ്ഥരാവാത്ത വിദ്യാർത്ഥികൾ വേണം എന്ത് ചെയ്യാൻ ഈ ഒരു കോഴ്സ് മാക്സിമം ചൂസ് ചെയ്യാനായിട്ട്. ഇനി കോഴ്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് OT, പ്രിൻസിപ്പിൾ ഓഫ് അനസ്തേഷ്യ, അനാട്ടമി, ഫിസിയോളജി, സർജിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, മെഡിക്കൽ എത്തിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സപ്പോർട്ടിംഗ് ടെക്നിക്യൂസ്, സ്റ്റെറിലൈസേഷൻ ടെക്നിക്യൂസ്, മോഡേൺ എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പഠിപ്പിക്കുക. പ്രാക്ടിക്കൽസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് BSc OT&AT. ഇനി BSc OT&AT പഠനത്തിന് ശേഷമുള്ള ജോലി അവസരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആയിട്ട്, OT ടെക്നോളജിസ്റ്റ് ആയിട്ട്, അനസ്തേഷ്യ അസിസ്റ്റന്റ് ആയിട്ട്, സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട്, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്സ് OT സ്റ്റാഫ് ആയിട്ട്, എമർജൻസി സർവീസ്, ICU, CCU ടെക്നീഷ്യൻ, സ്റ്റെറൈൽ ടെക്നോളജിസ്റ്റ് എന്ന് തുടങ്ങിയ ജോലികളൊക്കെ BSc OT&AT പഠിച്ച വിദ്യാർത്ഥികൾക്ക് ചെയ്യാം. ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, UK, കാനഡ, യൂറോപ്പ് എന്ന് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് BSc OT&AT. ഇന്ത്യയിൽ ഏകദേശം 1 വർഷം തൊട്ട് 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യാനുള്ള ലൈസൻസിങ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്പീഡ് അപ്പ് ആക്കാൻ വേണ്ടി സാധിക്കും. ഇനി BSc OT&ATക്ക് ശേഷം ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ MSc OTT, MSc AT, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MBA ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് തുടങ്ങിയ പാരാമെഡിക്കൽ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കാം. WHO കണക്ക് പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സർജറി ചെയ്യുന്ന ഹോസ്പിറ്റൽ എണ്ണം ഏകദേശം 40% വരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 8 തൊട്ട് 12 വരെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന് അവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ BSc OT&AT പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സ് നോക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ BSc OT ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും BSc AT ആയിട്ടുള്ള പ്രോഗ്രാമും 2 രീതിയിലൊക്കെയാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി BSc OT&AT എന്ന് പറയുന്ന പ്രോഗ്രാമിന് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് സംശയങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം സിമ്പിൾ ആണ്. ഡ്യുവൽ സ്കിൽ അഡ്വാൻറ്റേജ്. അതായത് അനസ്തേഷ്യ സംബന്ധിച്ച കാര്യങ്ങളായാലും OT ടെക്നോളജി സംബന്ധിച്ച കാര്യങ്ങളായാലും മാനേജ് ചെയ്യാൻ OT&AT കംപ്ലീറ്റ് ചെയ്തവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള മൾട്ടി സ്കില്ലഡ് ടാലന്റ് ഉള്ള ആളുകൾ വളരെയധികം അത്യാവശ്യമാണ്.
ഇനി ഇന്ത്യയിലെ ഗ്രാജുവേഷൻ ആൻഡ് പ്ലേസ്മെന്റ് റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം 18,000-ന് മേലെ വിദ്യാർത്ഥികളാണ് ഓരോ വർഷം BSc OT and AT പ്രോഗ്രാം പഠിച്ചിറങ്ങുന്നത്. അതിൽ പ്ലേസ്മെന്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 70 തൊട്ട് 95% വരെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷം BSc OT and AT പ്രോഗ്രാം പഠിച്ചിറങ്ങി പ്ലേസ്ഡ് ആകുന്നുണ്ട്. ബാക്കി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ സ്റ്റഡീസിനും പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി കോളേജ് സംബന്ധമായ കാര്യം നമുക്ക് നോക്കി നോക്കിയാലോ. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് കൂടുതലുള്ളത്. പിന്നെ BSc OT മാത്രമായിട്ടും അതുപോലെ BSc AT മാത്രമായിട്ടാണ്. അപ്പോൾ എവിടെയാണ് BSc OT and AT രണ്ട് പ്രോഗ്രാം ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്? കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BSc OT and AT എന്ന് പറയുന്ന പ്രോഗ്രാം രണ്ടും കൂടെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിന്റെ അപ്ലിക്കേഷൻ, OT and ATക്ക് ആവശ്യമായ അഡ്വാൻസ്ഡ് OT ലാബ്, അനസ്തേഷ്യ സ്റ്റിമുലൈസേഷൻ ലാബ്, ഹോസ്പിറ്റൽ ടൈഅപ്സ്, ക്ലിനിക്കൽ, ഇന്റേൺഷിപ്പ് ഡ്യൂറേഷൻ, ഫാക്കൽറ്റി ക്വാളിഫിക്കേഷൻ, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് കോളേജ് വിസിറ്റ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് BSc OT and AT എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ എത്ര ഫീസ് ആവും എന്നുള്ളതാണ്. കേരളത്തിൽ പ്രൈവറ്റ് കോളേജുകളിൽ മാത്രമാണ് BSc OT and AT എന്ന് പറയുന്ന പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ പ്രൈവറ്റ് കോളേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം തൊട്ട് 3.5 ലക്ഷം രൂപ വരെയാണ് ഇയർലി ഫീസ് കാര്യങ്ങൾ വരുന്നത്. കർണാടക, തമിഴ്നാട് പോലെയുള്ള അന്യ സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കണമെങ്കിൽ ഇയർലി 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഇയർലി ഫീസ് കാര്യങ്ങളും BSc OT and AT എന്ന് പറയുന്ന പ്രോഗ്രാംസിനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫീസ് കുറവുള്ളിടത്തിന് പഠിക്കാനായിട്ട് നോക്കണം. നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതൊരു കോഴ്സിനെ പറ്റിയിട്ടോ ഏതൊരു എക്സാംസിനെ പറ്റിയിട്ടോ ഏതിന് കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കയറണമെങ്കിൽ കമന്റ് ചെയ്യാം. അല്ലാതെ താഴെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഒരു സർജറി വിജയകരമായി പൂർത്തീകരിക്കുന്നത് സർജന്റെ കൈകൊണ്ട് മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന OT and പ്രൊഫഷണൽസിന്റെ വലിയൊരു ഇൻവോൾവ്മെന്റോട് കൂടിയാണ്.